മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പെന്തക്കോസ്ത് തിരുനാൾ കഴിഞ്ഞ് 2ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ, ദൈവത്തിന്റെ കൂടെ നടക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശങ്ങളിലിരിക്കുന്നവരും സ്വദേശങ്ങളിലിരിക്കുന്നവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവവേലയിൽ നമ്മൾ വ്യാപൃതമായിരിക്കുക. ഇന്ന് കർത്താവ് തരുന്ന വചനം നമുക്ക് കേൾക്കണ്ടേ? അപ്പസ്തല പ്രവർത്തനം 28-ാം അധ്യായം 31-ാം വാക്യം. അവർ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവം പ്രസംഗിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കുറിച്ച് ദൈവമുണ്ട് എന്നും ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ദൈവത്തെ കുറിച്ച് പറയണം, പ്രസംഗിക്കണം, പ്രഘോഷിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും പ്രചോദിപ്പിക്കുന്നുണ്ട്. യഹൂദരെ ഭയന്ന് ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ സധൈര്യം എന്ന് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശു ക്രിസ്തു സത്യമായിട്ടും ദൈവത്തിന്റെ പുത്രനാണ്. കണ്ടവരും കേട്ടവരും ചോദിച്ചു, എവിടെ നിന്നാണ് ഇവർക്ക് ഈ ശക്തി കിട്ടിയത്? ആരാണ് ഇവരെ പ്രബലപ്പെടുത്തുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ജീവൻ കൊടുക്കാനും ജീവിതം തരാനും കഴിവുള്ള ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് പറയുകയാണ്, നീ പോയി വചനം പ്രഘോഷിക്കുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കണം, യേശു എനിക്ക് ആരാണ്? യേശു എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്? ഇത് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ, പ്രഘോഷിക്കാൻ നമ്മൾ ആരംഭിക്കുക. നമുക്ക് ഇറങ്ങാം യേശുവിനോടൊപ്പം വചന വേദികളിലേക്ക്, വചനത്തിന്റെ വയലുകളിലേക്ക്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.